നമസ്കാരം. ഇന്നത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി പകൽ വാർത്ത ആരംഭിക്കുകയാണ്. നോക്കാം തലക്കെട്ടുകൾ. TP വധക്കേസ് പ്രതികൾക്കായി സർക്കാരിന്റെ വഴിവിട്ട നീക്കം. ശിക്ഷയിൽ ഇളവ് നൽകാൻ ശ്രമം. ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. കോടതിയോടുള്ള വെല്ലുവിളി KK രമ. വാർത്ത നിഷേധിച്ച് ജയിൽ DGP. പരീക്ഷാ ക്രമക്കേട് വിവാദത്തിനിടെ CSIR പരീക്ഷയിലും ചോദ്യപേപ്പർ ചോർന്നുവെന്ന് സംശയം. ചൊവ്വാഴ്ച ആരംഭിക്കേണ്ട പരീക്ഷ മാറ്റിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ നിയമം കർക്കശമാക്കി സർക്കാർ. രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തുമെന്ന് കോൺഗ്രസ്. +1 സീറ്റ് പ്രതിസന്ധിയിൽ. സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി MSF. തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് പ്രവർത്തകർ പൂട്ടി. വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ്. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമായി. വിമർശനം തോമസ് ഐസക്കും VN വാസവനും പങ്കെടുത്ത യോഗത്തിൽ. എറണാകുളത്ത് സ്ഥാനാർത്ഥിത്വം പാളിയെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ 3 റെഡ് അലർട്ട്. വെള്ളക്കെട്ട് പതിവായ എറണാകുളം KSRTC സ്റ്റാൻഡിലേക്ക് ഇന്ന് ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം. കള്ളക്കുറിശി വ്യാജമദ്യ ദുരന്തത്തിൽ മരണം 56ആയി. 135 പേർ ചികിത്സയിൽ. സർക്കാരിനെതിരെ പ്രതിഷേധവുമായി BJP. മദ്യദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 50ാം ജന്മദിനാഘോഷങ്ങൾ ഒഴിവാക്കി വിജയ്. ആശംസകളുമായി ആരാധകർ. വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചയാളെ കൈകാര്യം ചെയ്ത് അമ്മ. അടൂർ സ്വദേശിയുടെ മൂക്കിന്റെ പാലം തകർത്തു. മൂന്നാറിൽ വീണ്ടും അപകടയാത്ര. ഡോറുകളിൽ ഇരുന്നുള്ള യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്ത്. ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ വഴിയുള്ള തട്ടിപ്പുകൾ പെരുകുന്നു. ടെലഗ്രാം ഉൾപ്പെടെയുള്ള ആപ്പുകൾ വഴി തട്ടിയെടുത്തത് കോടികൾ. ആലപ്പുഴ നോർത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 17 കേസുകൾ. കോഴിക്കോട് ജില്ലയിൽ 300ഓളം കേസുകളെന്ന് പോലീസ്. യൂറോ കപ്പിൽ ആദ്യ ഗോൾ രഹിത പോരാട്ടം. ഫ്രാൻസിനെ തളച്ച് നെതർലൻഡ്സ്. കോപ്പ അമേരിക്കയിലെ പെറു ചിലെ മത്സരവും ഗോൾ രഹിതം. പകൽ വാർത്തയിലേക്ക് വിശദമായി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാൻ നീക്കവുമായി സർക്കാർ. TK രജീഷ്, ഷാഫി, സജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് നീക്കം. ഇവരടക്കമുള്ള പ്രതികളെക്കുറിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. സൂപ്രണ്ട് അയച്ച കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വന്നു. TP കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള തീരുമാനത്തിന് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ജയിൽ സൂപ്രണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ലിസ്റ്റ് പുറത്തിറക്കി. ആ ലിസ്റ്റിൽ TP കേസിലെ 3 പ്രതികൾ അണ്ണൻ ഷിജിത്ത്, TK രജീഷ്, മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള 3 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും റെമിഷൻസ് കൊടുക്കാൻ പാടില്ല എന്നും ഇരട്ട ജീവപര്യന്തമാക്കിയിട്ടുണ്ട്. 20 വർഷത്തേക്ക് വീണ്ടും ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കെ അതൊക്കെ മറികടന്നുകൊണ്ട് അതിനെയൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു സൂപ്രണ്ടിൻ്റെ സ്വന്തം തീരുമാനത്തിന് ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇതിനകത്ത് വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും. അവരുടെയൊക്കെ അറിവോടുകൂടെയല്ലാതെ ഈ ഒരു നീക്കം നടക്കില്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിയമ രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും
ഇത് ചെയ്യാൻ പറ്റില്ല. ഇവർ നിയമത്തിന് മേളിലൂടെ പറക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിൽ 2 ജീവപര്യന്ത തടവിന് വിധിച്ചിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയിൽ, അതിന് വിധേയരായിട്ടുള്ള പ്രതികൾ എന്നുള്ള നിലയിൽ അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് റെമിഷൻ കൊടുക്കാം എന്ന് ഈ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. അത് നിയമവിരുദ്ധമാണ്. ഇതാണ് തിരുത്തൽ എന്ന് വരിക. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട. അവർ തിരുത്തും എന്ന് പറയുമ്പോൾ ചെയ്ത തെറ്റുകൾ തിരുത്തുമെന്നാണ് നമ്മൾ കരുതിയത്. അതല്ല, എന്തെങ്കിലും മിച്ചം ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ തിരുത്തും എന്നൊരു മട്ടിലാണ് അവർ പോകുന്നത്. അതൊന്നും ജനങ്ങളെ ഒരു ഹാസ്യ കഥാപാത്രമാക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലും ജനങ്ങൾ അത് അംഗീകരിക്കുകയില്ല. പരോളിന് പോലും അർഹതയില്ലാത്ത കൊടും ക്രിമിനലുകളെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നടത്തി പുറത്തു കൊണ്ടുപോകാൻ നടത്തുന്ന ഈ ശ്രമം. ഇത് നമ്മുടെ കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിന്റെ ഒരു മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണ്. 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന ക്രൂരന്മാരായ കൊലയാളികളെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത ഈ കൊലപാതകത്തിൽ നിന്ന് അവരെ ഇപ്പോഴും അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് CPM ആണ്. അപ്പൊ ഇവർ ഇത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത്. ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷാ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല. കേരളം അതിന് അനുവദിക്കില്ല. അതിന് കോൺഗ്രസ് അല്ല, കേരളം ഒന്നടങ്കം ശക്തമായി എതിർക്കുന്നതിൽ സംശയമുണ്ട്. സർക്കാരിന്റെ ഇത്തരം ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ TP ചന്ദ്രശേഖരന്റെ വധം എന്ന് പറയുന്നത് കേരളത്തിലെ മനസ്സാക്ഷിയെ മുഴുവൻ മരയിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. ആ ഞെട്ടൽ ഇപ്പോഴും ആ സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത്ര ഭീകരമായിട്ടൊരു കൊലപാതകം നടന്നിട്ട് അതിനെ ഗൗരവതരമായി വിചാരണ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷ കഴിഞ്ഞ ആളുകൾ ഇപ്പം ഞാൻ ഇന്ന് കണ്ടു. ആ ശിക്ഷയിൽ പരോളിലിറങ്ങിയിട്ട് പിന്നെ ഉല്ലസിക്കുന്ന ഈ ചിത്രം കണ്ടു. പരോളിലിറങ്ങുന്നത് ഇതിനു വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ സംഭവം വിവാദമായതോടെ പ്രതിരോധം തീർക്കുകയാണ് സർക്കാരും ജയിൽ വകുപ്പും. ആർക്കും പ്രത്യേക ഇളവില്ലെന്ന് സർക്കാർ പറയുമ്പോൾ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്നാണ് ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഇത് നമ്മുടെ ആസാദിയിലെ അമൃത്സർ മഹോത്സവില് കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു മിനിമം അർഹത ഉള്ള ആൾക്കാർക്ക് അവിടെ ഒരു പേര് ജയിലിൽ നിന്നും സ്ഥിരമായി വരാറുണ്ട്. സോ വെൻ ദാറ്റ് ലൈക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ലൈക്ക് 10 വർഷം പൂർത്തിയായി ആൾക്കാരും 15 വർഷം പൂർത്തിയായി 20 വർഷം പൂർത്തി അങ്ങനെ പോലെ then when the list comes then police headquarters will do detailed inquiry in each and every individual name and then we screen out people. So generally the High Court order is very clear that their remission will not be considered after completing minimum 20-25 years of the sentence. So they will be out. There is nothing. This is a very one simple letter from the jail superintendent is being shown to the media and media is interpreting it differently. There is no such thing because the High Court order is very clear and we will be applying that order into that. So his name will be out of it. ഒന്നുമില്ല, നമുക്ക് അങ്ങനെ പോലെ ഗവർണറുടെ പ്രൊപ്പോസലും പോയില്ല. I don't know why the news is coming in the media. We have not sent any such proposal. MS അനീഷ് കുമാർ, ഡാൻ കുര്യൻ, അപ്പം VV അരുൺ എന്നിവർ ചേരുന്നു. ആദ്യം ഞാൻ അനീഷ് കുമാറിലേക്ക് പോവുകയാണ്. അനീഷ്, ഇങ്ങനെ ഇത്തരത്തിലൊരു വഴിവിട്ട നീക്കത്തിലേക്ക് സർക്കാർ പോകാനുണ്ടായ സാഹചര്യം എന്തായിരിക്കും? എന്തോ വഴിവിട്ട നീക്കമെന്ന് പറയുമ്പോൾ ജയിലിൽ നിന്നും ജയിൽ സൂപ്രണ്ട് ഒരു റിപ്പോർട്ട് പോലീസിനോട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരണം ഈ 2022 സർക്കാർ ഉത്തരവ് പ്രകാരം 50ലധികം പ്രതികളെ വിട്ടയക്കുന്നതിനുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ ആലോചിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ 3 പേരുൾപ്പെടെയുള്ള, അതായത് TP വധക്കേസിലെ 3 പേരുൾപ്പെടെയുള്ള TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവർക്ക് അടക്കം ഈ ശിക്ഷയിളവ് നൽകാനുള്ള പ്രാഥമിക ആലോചനകൾ നടക്കുന്നു. അതുകൊണ്ട് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, ഒപ്പം ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായ ആളുകളുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് നൽകാനാണ്
ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ ശിക്ഷാ ഇളവ് അടക്കമുള്ള വിവിധ ഇന കാര്യങ്ങളിലേക്ക് നീങ്ങുക. എന്തായാലും നമുക്ക് ഈ 3 പേരുടെ കാര്യം പരിശോധിച്ചാൽ ഹൈക്കോടതി പ്രത്യേകം തന്നെ ശിക്ഷാ വിധിയിൽ, അതായത് ആദ്യം നൽകിയ വിചാരണ കോടതിയിൽ ശിക്ഷാവിധി ഇരട്ടിയായി ഹൈക്കോടതി 2 മാസം മുമ്പ് വർദ്ധിപ്പിച്ചിരുന്നു. ആ വിധിന്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് 20 വർഷം പൂർത്തിയാക്കാതെ ഇവർക്ക് യാതൊരു തരത്തിലുമുള്ള ശിക്ഷാ ഇളവുകളെ പറ്റി പരിഗണിക്കേണ്ടതില്ല എന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും പോലീസിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായി ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിക്കുകയും ഈ റിപ്പോർട്ട് തിരിച്ചയക്കുകയും ചെയ്യുമെന്നാണ് ജയിൽ മേധാവി പറയുന്നത്. ഏതാണ്ട് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവരെ പുറത്തിറക്കാനൊരു ശ്രമം നടത്തുന്നു എന്ന ഒരു സന്ദേശം ഒരുപക്ഷെ പ്രതികൾക്ക് നൽകാനാണോ ഈ പാർട്ടി അല്ലെങ്കിൽ CPM സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. എന്തായാലും ഹൈക്കോടതിയുടെ വിധി കൃത്യമാണ്. ആ വിധിക്കപ്പുറം മറ്റു വിധികൾ എത്തിയിട്ടില്ല. സുപ്രീം കോടതിയുടെയും മറ്റും വിധി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകാമെന്ന പ്രതീക്ഷ ഒട്ടും പാലിക്കപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാം. പക്ഷേ ഈ ജയിലിലായ ശേഷവും വിവിധ തരങ്ങളായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് ഈ പ്രതികളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജയിലിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, മറ്റ് തടവ് പുള്ളികളുമായി സംഘർഷത്തിൽ ഏർപ്പെടുക, ഇങ്ങനെ തുടങ്ങി നിരവധി ആക്ഷേപങ്ങൾ ഇവർക്കെതിരെ ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായും നല്ല നടപ്പുള്ള ആളുകളെയാണ് ഇത്തരത്തിൽ ശിക്ഷാ ഇളവ് നൽകി പുറത്തേക്ക് വിടുന്ന ഒരു പട്ടികയിൽ പോലും ഉൾപ്പെടുത്താൻ ജയിലധികൃതർ തയ്യാറാവുക. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ പട്ടികയിൽ ഇവർ കൂടി ഉൾപ്പെടുന്നത് എന്നതാണ് ഏറെ അത്ഭുതകരം. എന്തായാലും CPM നേതാക്കളടക്കം നിലവിൽ പറയുന്നത് സർക്കാർ തയ്യാറാക്കിയ ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പട്ടികയല്ല, ഒരു ജയിൽ സൂപ്രണ്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്ന തരത്തിൽ തയ്യാറാക്കിയ പട്ടികയാണ്. ഇത് മുന്നോട്ട് പോകുന്തോറും പോലീസും സർക്കാരും ഒക്കെ പിന്നീട് തീരുമാനങ്ങൾ എടുക്കുക ഈ റിപ്പോർട്ടിന്റെ ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ ഉറപ്പായും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ അപേക്ഷ നിരസിക്കപ്പെടും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു കോടതിയെ പോലും നോക്കൂത്തിയാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ശുപാർശയിൽ ഇവരുടെ പേരുകൾ ഉൾപ്പെട്ടത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എൽദോ, ഉറപ്പായിട്ടും ഞാൻ ഡാൻ കുര്യനിലേക്ക് കൂടി പോവുകയാണ്. ഡാൻ, നമ്മൾ തൊട്ടു മുമ്പ് ജയിൽ DGPയുടെ വാക്കുകൾ കേട്ടു. ഈ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നതിനെ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് പൂർണ്ണമായും തള്ളുകയാണ് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എന്തോ അദ്ദേഹം പ്രധാനമായി പറയുന്ന കാര്യം 20 വർഷമോ അല്ലെങ്കിൽ 25 വർഷമോ തടവ് ശിക്ഷ അനുഭവിച്ചവർക്ക് മാത്രമേ അത്തരത്തിൽ ഒരു ഇളവിനുള്ള ആനുകൂല്യം നിലനിൽക്കുന്നുള്ളൂ എന്ന ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശം, ഉത്തരവ് നിലനിൽക്കെ പിന്നെ എങ്ങനെയാണ് ഈ TP കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ കഴിയുക എന്ന സാങ്കേതികമായ കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അവിടെയും പിന്നെ എങ്ങനെ അവർ ആ പട്ടികയിൽ ഇടം പഠിച്ചു? ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ പട്ടികയിൽ ശിക്ഷാ ഇളവിന് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ പിന്നെ TP കേസിലെ 3 പ്രതികളുടെ പേര് എങ്ങനെ വന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ ശുപാർശകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ശുപാർശ നൽകിയത് ആരാണ്? അവർക്ക് കോടതിയുടെ ഈ വിധിന്യായത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ ചെയ്തതാണോ, അതോ അതീവ രഹസ്യമായി ഇത്തരമൊരു നീക്കം നടത്തിയതാണോ? ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. അത്തരത്തിലൊരു കാര്യം ഒരു കാരണവശാലും തങ്ങളുടെ പരിഗണനയിലില്ല. പ്രാഥമികമായ ഘട്ടത്തിൽ കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ അത് സ്ക്രീനിങ്ങിന് വിധേയമാക്കുമ്പോൾ ഈ ശിക്ഷാ ഇളവിന് പരിഗണിക്കുന്നവർ 20 വർഷത്തിന് മുകളിൽ ശിക്ഷ ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞവരാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ TP കേസിൽ ശിക്ഷാ ഇളവിന് പരിഗണിക്കപ്പെടുന്നു എന്ന പേരിൽ പ്രചരിക്കുന്ന 3 പേരുടെയും പേരുകൾ ആ ലിസ്റ്റിൽ നിന്ന് വെട്ടിപ്പോകും. അതുകൊണ്ട് ആ വാർത്തയിൽ ഒരു അടിസ്ഥാനവുമില്ല എന്ന വിശദീകരണവുമായാണ് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ രംഗത്തെത്തിയിരിക്കുന്നത്. എൽദോ, ശരി, ഞാൻ VV അരുണിലേക്ക് കൂടി പോകുന്നു. അരുൺ, ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും CPM പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലല്ലേ കാര്യങ്ങളുടെ പോക്ക്? വീണ്ടും കുരുക്കുകളിലേക്ക് നീങ്ങുകയല്ലേ CPM? തെരഞ്ഞെടുപ്പേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ബോംബ് രാഷ്ട്രീയത്തിലും CPM വലിയ പ്രതിരോധത്തിലാവുകയാണ്. തലശ്ശേരിയിൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിക്കാനുള്ള സംഭവം CPMനെതിരെയാണ് പ്രധാനമായും ആരോപണം ഉയരുന്നത്. ആ സാഹചര്യത്തിനിടെയാണ് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ TP കേസ് പ്രതികളെ കൂടി വിട്ടയക്കാനുള്ള ശുപാർശ വന്നത് CPMനെ വലിയ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. TP കൊലപാതകം തന്നെ ഒരു പങ്കുമില്ലെന്ന് CPM ആദ്യഘട്ടം മുതൽ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും കൃത്യമായി CPMന്റെ പ്രാദേശിക നേതാക്കളടക്കം അതിൽ പ്രതിയാതോടുകൂടി അന്ന് തന്നെ CPMന്റെ പങ്ക് പുറത്തു വന്നതാണ്. ഇപ്പോഴും
ഇത്തരത്തിൽ ഈ പ്രതികൾക്ക് വേണ്ടി, അതായത് ഹൈക്കോടതി പോലും 20 വർഷത്തേക്ക് ഒരു തരത്തിലുള്ള ശിക്ഷാ ഇളവ് നൽകരുതെന്ന് പറഞ്ഞ പ്രതികൾ ഇത്തരത്തിൽ കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ പട്ടികയിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്ന ചോദ്യത്തിന് CPM മറുപടി പറയേണ്ടി വരും. അത്ര എളുപ്പമാകില്ല. ഇപ്പോൾ CPM നേതൃത്വം വിശദീകരിക്കും പോലെ ഒരു പങ്കുമില്ല തങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥർ തയ്യാറാക്കി ലിസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഇവർ പുറത്തു പോകണമെന്നില്ല എന്നും പറഞ്ഞ് പ്രതിനിധിക്കാൻ CPM-ന് കഴിയില്ലെന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. ഈ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടി പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വായിക്കേണ്ടതാണ്. അത് ഒരുപക്ഷെ ജയിലിൽ കഴിയുമ്പോൾ നിരവധി ക്രിമിനൽ കേസുകളിൽ, ക്രിമിനൽ ആക്ടിവിറ്റീസ് ജയിലിനുള്ളിൽ കിടന്നവർ ഇടപെട്ടു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നാണ്. പോലീസ് പലരും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇവർക്ക് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഹൈക്കോടതി നിർദ്ദേശിച്ച ആളുകൾ, ഒരിക്കലും ഇളവ് നൽകരുന്ന ഹൈക്കോടതി നിർദ്ദേശിച്ച ആളുകൾ എങ്ങനെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന കാര്യം കൂടി വരുന്നത്. ഈ പ്രതികൾക്ക് ഉൾപ്പെടുത്തിയതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കം തന്നെയെന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കും. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. RMB അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിഷയത്തിൽ ഇപ്പോൾ തന്നെ തങ്ങൾ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ ഏറ്റവും അധികം വിമർശനം ഉയർന്ന ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. ആഭ്യന്തര വകുപ്പിന് നാഥനില്ലാത്ത അവസ്ഥയുണ്ട് എന്ന വിമർശനം വന്നു. മുഖ്യമന്ത്രിക്ക് അപ്പുറത്തേക്ക് ആരൊക്കെയോ ആഭ്യന്തര വകുപ്പിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന വിമർശനം CPM-ന്റെ സംസ്ഥാന സമിതിയിൽ പോലും ഉയർന്നു വന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ സർക്കാർ അറിയാതെയാണ്, ആഭ്യന്തര വകുപ്പ് അറിയാതെയാണ് ഈ പ്രതികൾ, ക്രിമിനൽ കേസ് പ്രതികൾ, TP കേസ് പ്രതികൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടതെന്ന് വന്നാൽ അത് ആരുടെ തീരുമാനം എന്ന ചോദ്യം വീണ്ടും ഉയർന്നു വരും. ഏതായാലും പ്രതിരോധത്തിൽ നിന്ന് കൂടുതൽ പ്രതിരോധത്തിലേക്ക് CPM-നെ നീക്കുന്ന വിവാദമാണ് വീണ്ടും TP കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. റൈറ്റ്. വി അരുണും MS അനീഷ് കുമാറും ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ നൽകിയത് TP കേസിൽ സർക്കാരിന്റെ വഴിവിട്ട നീക്കം സംബന്ധിച്ച്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ, ഇടുക്കിയിൽ ബസ് മറിഞ്ഞ അപകടമുണ്ടായി. തൊടുപുഴയ്ക്ക് സമീപം നെല്ലാപ്പാറയ്ക്കും കുറിഞ്ഞിക്കും ഇടയിലാണ് അപകടമുണ്ടായത്. ആന്ധ്രാപ്രദേശ് സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സാഗർ വിവരങ്ങൾ നൽകും തൊടുപുഴയിൽ നിന്ന്. സാഗർ, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഈ പരിക്കുകൾ ഗുരുതരമാണോ? എന്തോ ഇത് തൊടുപുഴ പാലാ റൂട്ടിൽ നെല്ലാപ്പാറയ്ക്ക് സമീപം കുറിഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ അപകടം ഇന്ന് രാവിലെയോടെ ഉണ്ടായത്. അന്തർ സംസ്ഥാന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇത് ബാംഗ്ലൂരിൽ നിന്നും തിരുവല്ലയ്ക്ക് പോയ ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. രാവിലെ ഭാഗത്ത് കനത്ത മഴയുണ്ടായിരുന്നു. ഇത് അപകടം നടന്ന ഭാഗം അടുത്തൊരു വളവ് ഇറക്കവുമുള്ളൊരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് വളവ് തിരിഞ്ഞു വന്ന ബസ് തെന്നി മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നമ്മോട് പറഞ്ഞത്. എന്തായാലും വാഹനത്തിലുള്ളവരെല്ലാം തന്നെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ളവർ ചേർന്ന് തൊടുപുഴയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആകെ 25ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നതായാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് പോലീസും ആശുപത്രി അധികൃതരും പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ രാവിലെ അപകടം നടക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് കനത്ത മഴയും ഈ റോഡിലുള്ള തെന്നലുമാണ് ഇത്തരത്തിൽ അപകടം നടക്കാനുള്ള പ്രാഥമികമായി ഇവിടുന്ന് പോലീസ് നൽകുന്ന വിവരം. ഈ മേഖല ഒരു അപകടം മിക്കപ്പോഴും നടക്കുന്ന ഒരു മേഖല തന്നെയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഫയർഫോഴ്സും പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാന കാരണം ഈ ബസിന്റെ 2 ടയറുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ തേഞ്ഞു തീർന്ന് അതിന്റെ കമ്പി പുറത്തേക്ക് വരുന്ന നിലയിലാണ് ഈ അന്തർ സംസ്ഥാന ബസിന്റെ. കാരണം ഇത്രത്തോളം ദൂരെ യാത്ര നടത്തുന്ന ബസിന്റെ ടയറുകളെല്ലാം തന്നെ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പുറത്തേക്ക് ഇറക്കിവിടുന്നതെങ്കിലും ഈ ബസിന്റെ ടയറുകൾ രണ്ടും അത്തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ഥലത്ത് മാണി സി കാപ്പൻ MLA ഉള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഇവിടെ എല്ലാവരും ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ മറിഞ്ഞു കിടക്കുന്ന ബസ് റോഡിലേക്ക് ഉയർത്താനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, തൊടുപുഴയ്ക്ക് സമീപമാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അപകടം സംഭവിച്ച ബസ്സിന്റെ ടയറുകളിലൊക്കെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് എന്നും സാഗർ റിപ്പോർട്ട് ചെയ്തു. പത്തനംതിട്ട കോന്നിയിൽ ടെറസിൽ കളിച്ചുകൊണ്ടിരിക്കെ താഴേക്ക് വീണ് 2 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കോന്നി കുമ്മണ്ണൂർ സ്വദേശികളുടെ 2 വയസ്സുകാരിയായിട്ടുള്ള മകൾ അസ്ര മറിയമാണ് മരിച്ചത്. ശശി നാരായണൻ ചേർന്നു. ശശി, മറ്റൊരു ദുരന്ത വാർത്തയാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്തോ ഒരു 11 മണിയോട് കൂടിയാണ് ഈ കുട്ടി ടെറസിന്റെ മണ്ടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാൽ വഴുതി തറയെ വീണ് മരിച്ചത്. ഇതിൽ 2 വയസ്സുകാരിക്കാണ് ഇത്ര ഒരു ദാരുണ അന്ത്യമുണ്ടായത്. കുട്ടിയുടെ മാതാപിതാക്കളും മാങ്കുളം വാടകയ്ക്ക് താമസിച്ചു വരികയാണെന്നാണ് അറിയുന്നത്. ഇവർ കുമ്മണ്ണൂർ സ്വദേശികളാണ്, കോന്നി കുമ്മണ്ണൂർ സ്വദേശികളാണ് മാതാപിതാക്കള്. സുബിൻ, അതുപോലെ തന്നെ
ക്ഷമിക്കണം, ഷമീർ, സബീന എന്നിവരുടെ മാതാപിതാക്കളുടെ പേര്. 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. ഇതിന്റെ ഇളയ കുട്ടിയാണ് ഇത്തരത്തിൽ ടെറസിന്റെ മണ്ടയിൽ നിന്ന് കാലുവഴുതി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ താഴെ വീണ് മരിച്ചത്. ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും വലിയ ഒരു ദാരുണമായ ഒരു അന്ത്യം തന്നെയാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായ ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിതുമായി പങ്കുവെക്കാനുള്ളത്. റൈറ്റ്. ടെറസിന് മുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞ് താഴെ വീണത്. അപകടം സംഭവിച്ചു, മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോന്നി കുമ്മണ്ണൂർ സ്വദേശികളുടെ 2 വയസ്സുവരെയുള്ള മകൾ അസ്രം മറിയമാണ് ഇങ്ങനെ ടെറസിൽ കളിച്ചുകൊണ്ടിരിക്കെ താഴെ വീണ് മരിച്ചത്. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേട് വിവാദമായിരിക്കെ CSIR നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന സംശയം. ചൊവ്വാഴ്ച മുതൽ നടക്കേണ്ടിയിരുന്ന പരീക്ഷ മാറ്റിവെച്ചു. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഒരാളെ ജാർഖണ്ഡിലെ ദേവ്ഗഡിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ചോദ്യപേപ്പറിന് 40 ലക്ഷം രൂപയാണ് വിലയിട്ടത് എന്ന മൊഴിയും പുറത്തു വന്നു. വിവാദം കത്തിപ്പടരുന്നതിനിടെ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ നിയമം കർക്കശമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ 10 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയുമാണ് ശിക്ഷ. ER രാഗേഷ് നൽകും വിവരങ്ങൾ. രാകേഷ്, ഈ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഈ പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ CSIR പരീക്ഷ മാറ്റിവെക്കാനുള്ള കാരണം അത് ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണോ? എൽദോ, പരീക്ഷകളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണിപ്പോൾ. കാരണം നീറ്റ് നെറ്റ് പരീക്ഷകൾ ക്രമക്കേടുകൾ പുറത്തു വരുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതിനിടയിലാണ് CSIR നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന സംശയം കൂടി പുറത്തു വന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പരീക്ഷ മാറ്റിയതായുള്ള അറിയിപ്പ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർന്നു എന്ന സംശയം ബലപ്പെട്ടിരിക്കുന്നത്. കാരണം വാട്സപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചോദ്യപേപ്പർ ചോർന്നു എന്ന സന്ദേശങ്ങൾ പ്രചരിച്ചു. ഇതിന് പിന്നാലെയാണ് ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരമൊരു നീക്കം കൈക്കൊണ്ടതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അടുത്ത ആഴ്ചയാണ് ഈ പരീക്ഷ നടക്കേണ്ടിയിരുന്നത്. അതായത് 25 മുതൽ 27 വരെയാണ് പരീക്ഷ നിശ്ചയിച്ചിരുന്നത്. ഏതാണ്ട് 2 ലക്ഷം പേരാണ് ഈ പരീക്ഷ എഴുതാനായി കാത്തിരുന്നത്. ഏതായാലും പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും എന്നാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഏതായാലും വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഇപ്പോഴും ശക്തമാക്കുകയാണ്. ഇന്നും പലയിടങ്ങളിലും പ്രതിഷേധമുണ്ടായി. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം, പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് ജാർഖണ്ഡിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തു. സിന്ധുകുമാർ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിലെ മുഖ്യ സൂത്രധാരന്മാരായ അമിത് ആനന്ദ്, ഒപ്പം തന്നെ നിതീഷ് കുമാർ, ഈ 2 പേരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് സിന്ധുകുമാർ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന വിവരം, ബീഹാർ പോലീസ് നൽകുന്ന വിവരം. ഏതായാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇപ്പോൾ നൽകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ മൊഴികളും ഈ ഘട്ടത്തിൽ പുറത്തു വന്നു. അതായത് ഈ ചോദ്യപേപ്പറിന് 40 ലക്ഷം രൂപയാണ് ഓരോ ചോദ്യപേപ്പറിനും ഈടാക്കിയിരുന്നെന്ന മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് ഈ ചോദ്യം ചെയ്യലിൽ ഇത്തരമൊരു മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഒരു വശത്ത് ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടക്കുമ്പോൾ മറുവശത്ത് കേന്ദ്ര സർക്കാർ നിയമം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിയമം കർക്കശമാക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ പാസ്സാക്കിയതാണ് ഈ നിയമം. അതിപ്പോൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നു. ഇത് പ്രകാരം ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഏതാണ്ട് 3 അല്ലെങ്കിൽ അതിൽ കൂട്ടുനിൽക്കുന്നവർക്ക് 3 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കും. സംഘടിത കുറ്റകൃത്യമാണെങ്കിൽ ആ ശിക്ഷ 10 വർഷം വരെ ഉയരും. ഒപ്പം തന്നെ 1 കോടി രൂപ പിഴയും ഈടാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവുക. ആ സ്ഥാപനത്തിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്ന വ്യവസ്ഥ കൂടി ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എൽദോ. ഓക്കെ, ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. നീറ്റ് പരീക്ഷാ വീഴ്ചകളിൽ പാർലമെന്റിൽ മറുപടി പറയിപ്പിക്കുമെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പരീക്ഷകളുടെ വിശ്വാസ്യത തകർത്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വമെന്നും രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടത്തുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സർക്കാർ നടത്തുന്ന പരീക്ഷകളുടെ വിശ്വാസ്യത പരിപൂർണമായി നഷ്ടപ്പെട്ടൊരു കാലമായിരുന്നു. ചോദ്യപേപ്പർ ലീക്കേജ് നിത്യസംഭവമാണ്. അത് വെറും നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷനുകൾക്ക് മാത്രമല്ല, ജോലിക്ക് വേണ്ടിയിട്ടുള്ള അഭിമുഖങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷനുകളെ UPSC സ്ഥാപനം നടത്തുന്ന അതിൽ പോലും ആക്ഷേപങ്ങൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ പ്രശ്നമായി
നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്താൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്, ഇപ്പൊ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട്, നെറ്റ് പരീക്ഷ, UGC നെറ്റിന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ പരീക്ഷ ക്യാൻസൽ ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതിനുവേണ്ടി എടുക്കുന്ന നീറ്റ് പരീക്ഷയിലൊക്കെ വന്നിരിക്കുന്ന വെബിൽ 6 ലക്ഷം രൂപക്കൊക്കെ വിറ്റ കഥയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇതിന് ഞങ്ങൾ കണക്ക് പറഞ്ഞ് മന്ത്രിയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും ലോക്സഭയ്ക്കകത്ത്. +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ MSF പ്രവർത്തകർ പൂട്ടിയിട്ടു. മലപ്പുറത്ത് തുടർച്ചയായ 3-ാം ദിവസവും RDD ഓഫീസിലേക്ക് MSF പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം കണക്ക് വെച്ച് സമരക്കാരോട് സംസാരിക്കാൻ തയ്യാറാണ് എന്നും സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ MSF പ്രവർത്തകർ പൂട്ടിയിട്ടു. പ്രതിഷേധക്കാർ ഓഫീസിലെ ബോർഡ് തകർത്തു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. മലപ്പുറത്ത് MSF പ്രവർത്തകർ ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. റോഡ് ഉപരോധിച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം സമരം ശക്തമാക്കുന്നതിനിടെ പ്രതികരണവുമായി വി ശിവൻകുട്ടി രംഗത്ത് വന്നു. മലപ്പുറത്ത് +1 കുറവുള്ളത് 2954 സീറ്റുകൾ മാത്രമാണെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ഇനി 2 അലോട്ട്മെന്റ് കൂടിയുണ്ടെന്നും വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഒന്നാമത്തെ അലോട്ട്മെന്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തുള്ള ഒരു നടപടിയാണ്. ഒന്നാമത്തെ സീറ്റ് അലോട്ട്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. അപ്പം ഞങ്ങൾ സീറ്റിൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ അൺഎയ്ഡഡിൽ ചേർന്നവരുടെ കുട്ടികളുടെ എണ്ണം ഞാൻ പറഞ്ഞല്ലോ. അൺഎയ്ഡിൽ പറ്റില്ല, ശരി, വേണ്ട, അൺഎയ്ഡ് ഒഴിവാക്കിയിട്ട് ബാക്കി എടുക്കാൻ നോക്കാം. ഇതിൽ കൂടുതലൊരു ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കും. എന്നാൽ മന്ത്രിയുടേത് തെറ്റായ കണക്കുകളാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിസന്ധി പരിഹരിക്കും വരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ മരണം 56ആയി. കേസിൽ 3 പേർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി CBCID കേസ് രജിസ്റ്റർ ചെയ്തു. രാമർ, ചിന്നദുരൈ, ജോസഫ് രാജ എന്നിവർക്കെതിരെയാണ് കൊലപാതക കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത്. സജയ് കുമാർ ചേരുന്നു. സജയൻ, മരണം ദിനംപ്രതി ഉയരുകയാണ്. ഇപ്പോഴും നിരവധി പേരാണ് ചികിത്സയിലുള്ളത്. CBCID അന്വേഷണം എന്തായി? തീർച്ചയായും തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിലെ വ്യാജമദ്യ ദുരന്തം നാട്ടിൽ തന്നെ നടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ കടക്കും തോറും മരണസംഖ്യയും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും 56 പേർ മരണപ്പെട്ടു കഴിഞ്ഞു. 130-ലധികം പേർ ഇപ്പോഴും വിവിധ ആശുപത്രി ചികിത്സയിലാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് നിയമസഭയിലും പ്രക്ഷുബ്ധമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. പ്രധാന പ്രതിപക്ഷ കക്ഷിയായ AIDMK MLA-മാരെല്ലാം കറുത്ത വസ്ത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ AIDMK MLA-മാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഈ ചർച്ചയ്ക്ക് എടുക്കാത്ത കാരണത്താൽ അവർ സഭയിൽ നിന്ന് സഭ ബഹിഷ്കരിച്ച് പുറത്തു പോവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് നിയമസഭാ സമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രി എല്ലാ ജില്ലാ കളക്ടർമാരോടും ഒരു കോൺഫറൻസ് മീറ്റിംഗ് കൂടുകയുണ്ടായി. അതിൽ ഈ വ്യാജച്ചാരായ ലോബികളും കണ്ടറിഞ്ഞ് അവർക്കെതിരെ നടപടിയെടുത്തതിന് യാതൊരു ദയവും ദാക്ഷിണ്യവും കാണിക്കരുത്, അവരെ ഉടൻ തന്നെ പ്രത്യേക ടീമുകൾ നിയോഗിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ഉണ്ടാക്കണം. ജില്ലകളിൽ എവിടെയൊക്കെ
വ്യാജച്ചേരായ നിർമ്മാണം നടക്കുന്ന അവർക്കെതിരെ കേസെടുക്കാനും നടപടിയെടുക്കാനും ഉള്ള ഒരു കോൺഫറൻസ് മീറ്റിംഗിലൂടെ ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവ് നൽകി. ഇതിനെ തുടർന്നാണ് CBCIയുടെ അന്വേഷണം ഒരു വശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ തന്നെ 8 പേരെയാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. അതിൽ ചിന്നത്തുരൈ രാമർ ജോസഫ് രാജ എന്ന പ്രധാന പ്രതികൾ. അതിൽ ചിന്നത്തുരൈ എന്ന പ്രതിക്ക് ഈ വ്യാജച്ചാരായ നിർമ്മാണവുമായി 100-ലധികം നേരത്തെ തന്നെ കേസുകളുള്ള പ്രതിയാണ്. പ്രധാന പ്രതി എന്ന് പറയപ്പെടുന്ന ഇയാളെ ഇന്നലെയാണ് കടലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതുപോലെ കൽവരായൻ മലയോര മേഖലകളിൽ മെത്തനോൾ കലർന്ന വ്യാജച്ചാരായം നിർമ്മിച്ച് കള്ളക്കുറിച്ചി ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിൽ എത്തിച്ച പ്രതികളെന്ന് പറയപ്പെടുന്ന ഈ 3 പേർക്കെതിരെ രാമർ, ചിന്നത്തുറ, ജോസഫ് രാജ എന്നിവർക്കെതിരെ ഇപ്പോൾ CBCID കൊലപാതക കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. CBCID അന്വേഷണവും മറ്റു ജില്ലകളിലേക്കും വ്യാപകമായി നടക്കുന്നുണ്ട്. ശരി, സജയ് കുമാർ. ഈ മദ്യദുരന്തത്തിൽ മരണം ഉയരുന്ന സാഹചര്യത്തിൽ സംഭവത്തെ തുടർന്ന് തൻ്റെ 50ാം ജന്മദിനാഘോഷങ്ങൾ റദ്ദാക്കി ചലച്ചിത്ര താരം ഇളയദളപതി വിജയ്. ആഘോഷങ്ങൾ ഒഴിവാക്കാനും മദ്യദുരന്തത്തിൽ ഇരകളായവരുടെ കുടുംബത്തിനെ പിന്തുണയ്ക്കാനും ആരാധകരോട് വിജയ് അഭ്യർത്ഥിച്ചു. തമിഴ്നാട്ടിലും കേരളത്തിലും ജന്മദിനം ആഘോഷിക്കാനായി വലിയ സജ്ജീകരണങ്ങളായിരുന്നു ആരാധകർ ഒരുക്കിയിരുന്നത്. എന്നാൽ ആഘോഷങ്ങൾ ഒഴിവാക്കാൻ ആരാധകരോട് വിജയ് നിർദ്ദേശിക്കുകയായിരുന്നു. വിജയും മക്കൾ ഇഴക്കം പ്രസിഡന്റ് ബുസി ആനന്ദാണ് ജന്മദിനാഘോഷങ്ങൾ റദ്ദാക്കിയതായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. മലപ്പുറത്ത് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. വരും ദിവസങ്ങളിലും വ്യാപക മഴയാണ് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകും. ഷംന, ഏറ്റവും ഒടുവിൽ വന്ന മഴ മുന്നറിയിപ്പുകൾ എപ്രകാരമാണ്? പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം ഇന്ന് മലപ്പുറം ജില്ലയിൽ റെഡ് അലേർട്ടാണ്. ഒപ്പം 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒപ്പം നാളെയും റെഡ് അലേർട്ടുകൾ തുടരുമെന്ന മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട് ഉള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുകളുണ്ട്. ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ മുന്നറിയിപ്പുണ്ടാകും. ജൂൺ 25 വരെ മഴ തുടരും. ശക്തമായി തന്നെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നേരത്തെ തന്നെ കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലായി മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ വീണ്ടും വലിയ രീതിയിൽ മഴ ശക്തി പ്രാപിച്ചു വരികയാണ്. എന്തായാലും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. റൈറ്റ്, എന്തായാലും മഴ കനക്കുകയാണ്. വരും ദിവസങ്ങളിൽ മഴയുണ്ടാകും. ജൂൺ 25 വരെ ആ മഴ തുടരുകയും ചെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഒറ്റമഴയിൽ വെള്ളത്തിൽ മുങ്ങുന്ന എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് സന്ദർശിക്കും. 4-അംഗ വിദഗ്ധ സമിതിയും മന്ത്രിക്കൊപ്പം ഉണ്ടാകും. സ്റ്റാൻഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഇന്നലെ നിയമസഭയിൽ അറിയിച്ചിരുന്നു. ഡാനി പോൾ നൽകും വിവരങ്ങൾ. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് ഇന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു വിദഗ്ധ സംഘവും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഈ KSRTC ബസ് സ്റ്റാൻഡിനകത്തെ വെള്ളക്കെട്ട് ഇതിപ്പോൾ കാണുന്ന ഇതല്ല. സാധാരണ മഴ പെയ്താൽ ഇതിൽ മുട്ടറ്റം വെള്ളം നിറയുന്നൊരവസ്ഥയാണ്. അത്തരമൊരു അഴുക്ക് കെട്ടിക്കിടക്കുന്ന വലിയ ദുരിതങ്ങൾ മാത്രം നൽകുന്ന ഒരിടമാണിത്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം കാണുക, പ്രത്യേകിച്ച് വെള്ളക്കെട്ടിന് പരിഹാരം കാണുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രീതിയിലേക്ക് മന്ത്രിയുടെ ഒരു സന്ദർശനം അടക്കം ഉണ്ടാകുന്നത്. അതിൽ എങ്ങനെയാണ് ഇതിന്റെ വെള്ളക്കെട്ടടക്കം പരിഹരിക്കാൻ കഴിയുന്നത് എന്നാണ് ആലോചിക്കുന്നത്. ഏതായാലും മന്ത്രിയുടെ സന്ദർശനം അത് നാട്ടുകാർ അത് അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്ന യാത്രക്കാർ ഏത് രീതിയിലാണ് കാണുന്നത് നോക്കാം. കാരണം ചിലർ ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് നേരത്തെ പ്രതികരണമടക്കമുണ്ടായത്. കാരണം പല പദ്ധതികൾ പലത് പ്രഖ്യാപിച്ചിട്ടും അതിൽ കാര്യമായ രീതിയിലേക്ക് അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിമർശനം അടക്കം എല്ലാ സമയത്തും നിലനിൽക്കുന്നതാണ്. എന്തായാലും ഈ പുതിയ ഒരു സന്ദർശനവും കാര്യങ്ങളും എല്ലാം തന്നെയും ഏത് രീതിയിലാണ് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്
പരിശോധിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി മന്ത്രിയും സംഘവും ഇവിടേക്ക് എത്തുകയും ഇവിടുത്തെ ഒരു പൊതു ദൃശ്യങ്ങൾ പരിശോധിച്ച നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത്. ഈ കാണുന്നത് KSRTCയിലെ എറണാകുളം ഡിപ്പോയിലെ ജീവനക്കാരിരിക്കുന്ന സ്ഥലമാണ്. ഇവർ പ്രധാനമായൊരു വിഷയമെന്ന് പറയുന്നത് ഇവിടേക്ക് വെള്ളം കയറുക എന്നതാണ്. വെള്ളം കയറുമ്പോൾ ഇവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ ഓഫീസിനകത്ത് വരെ വെള്ളം കയറുന്നൊരവസ്ഥയാണുള്ളത്. കാലങ്ങളായി തുടരുന്നൊരവസ്ഥയാണ്. അരനൂറ്റാണ്ടധികം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. എങ്കിലും ഈ അടിസ്ഥാന ശോചനീയമായ ഈ സൗകര്യങ്ങളോടെല്ലാം തന്നെ അവർ വളരെയധികം പണിപ്പെട്ടാണ് ഇവിടെ ജോലികൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇവിടെ എത്തുന്ന യാത്രക്കാർ മഴക്കാലത്ത് അനുഭവിക്കുന്ന ദുരിതം അത് നമുക്ക് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അത്രയ്ക്കധികം വിഷയങ്ങളുണ്ട്. ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് MG റോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. MG റോഡിനോട് ചേർന്നുള്ള ഒരിടത്താണ്. അതിനകത്താണ് ഈ രീതിയിലുള്ള ഒരു കാഴ്ചകൾ നമ്മൾ കാണുന്നത്. എല്ലാം തന്നെയും ഇവിടുത്തെ കടകൾ അതൊന്നും പ്രവർത്തിക്കാത്തതും അതോടൊപ്പം തന്നെ തീർത്തും വൃത്തിഹീനമായ ഒരു സാഹചര്യം, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ. ഭയങ്കര വൃത്തിഹീനമായിട്ട് കിടക്കണല്ലോ ഇവിടെ പരിസരങ്ങളും ഒക്കെ. ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിലേക്ക് കയറാൻ പറ്റില്ല ആർക്കും, അത്ര ചെളിയായിട്ട് കിടക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് വളരെ വാണിജ്യ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രത്തിലാണ് വളരെ വർഷങ്ങളായി ഈ രീതിയിൽ തന്നെ നമ്മൾ ഇത് വളരെ വർഷങ്ങളായി കാണുന്നൊരിടമാണ്. ഈ രീതിയിൽ തന്നെ തുടർന്നു. ഇതൊന്ന് മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് ഒരു ശ്രമവും ആരുടെ ഭാഗത്തു നിന്നും ഒരു സമയത്തും ഉണ്ടായിട്ടില്ല എന്നതാണ് പറയേണ്ടത്. അപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ? മന്ത്രിയുടെ ഒരു സന്ദർശനമടക്കം ഗുണം ചെയ്യുമോ എന്നതാണ് എല്ലാവരും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശനം പ്രമാണിച്ച വലിയൊരു ചവറ്റുകൂന എന്ന പോലെ തോന്നിച്ചിരുന്ന ഇടമെല്ലാം തന്നെ പാടുപെട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇതിനൊരു സ്ഥിരമായി ഇതിലേക്ക് ഒരു പൊതു നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നേരത്തെയും പല പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും പ്രാവർത്തികമായില്ല എന്നതാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന ഈ മഴവെള്ളം മൂലമുണ്ടാകുന്ന, മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് അത് പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രധാനമായും തന്നെ പരിശോധിക്കുന്നത്. അതിൽ എന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് മന്ത്രി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്യും. ഈ കാണുന്ന അഴുക്കെല്ലാം തന്നെ, ഈ മാലിന്യങ്ങളെല്ലാം തന്നെ ഒരു കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ നിന്ന് മാറ്റിയതാണ്. അത് ഇപ്പോൾ മന്ത്രിയുടെ ഒരു സന്ദർശനം പ്രമാണിച്ചുള്ള ഒരു അടിയന്തര നടപടി എന്ന രീതിയിലെല്ലാം തന്നെ ചെയ്താണ്. ഇതെല്ലാം ഉണ്ടായിരുന്നത് ഇതിനകത്തായിരുന്നു എന്നതാണ്. KSRTC ബസ് സ്റ്റാൻഡിന് അകത്തുള്ള ഈ പ്രദേശങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും KSRTC ബസ് സ്റ്റാൻഡിന് ഒരു ശാപമോക്ഷം മന്ത്രിയുടെ സന്ദർശനത്തോടെ ഉണ്ടാകുമോ എന്നാണ്, അല്ലെങ്കിൽ അതിൽ ഉണ്ടാകണമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പൊതുവിൽ യാത്രക്കാർക്കും എറണാകുളം ജില്ലയ്ക്ക് പൊതുവെയും പറയാനുള്ളത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മൂന്നാറിൽ വീണ്ടും അപകടയാത്ര. കേരള കർണാടക രജിസ്ട്രേഷനിലുള്ള കാറുകളുടെ ഡോറുകളിലിരുന്ന മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലൂടെ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഗ്യാപ്പ് റോഡിൽ സാഹസിക യാത്ര നടത്തിയ 3 ഡ്രൈവർമാർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നു. ഇതോടൊപ്പം മൂന്നാർ മുതൽ ആനയിറങ്കൽ വരെയുള്ള ഭാഗങ്ങളിൽ പരിശോധനയും കർശനമാക്കിയിരുന്നു. ഗ്യാപ്പ് റോഡിനെ അപേക്ഷിച്ച് വീതി കുറഞ്ഞതും തിരക്കേറിയതുമായിട്ടുള്ള പാതയാണ് മാട്ടുപ്പെട്ടി റോഡ്. വളവുകൾ നിറഞ്ഞ പാതയിലൂടെയാണ് ഈ സാഹസിക യാത്ര. അത് അപകടങ്ങൾക്ക് പലപ്പോഴും വഴിവെക്കാറുമുണ്ട്. പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചയാളെ കൈകാര്യം ചെയ്ത അമ്മ. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രക്കിടെ ബസ്സിൽ വെച്ച് പുറത്തിറങ്ങിയ ശേഷവും ഉപദ്രവം തുടർന്നതോടെയാണ് സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ അമ്മ പ്രതിയുടെ മുഖത്തടിച്ചത്. പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ച അടൂർ സ്വദേശി രാധാകൃഷ്ണപിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടൂർ നെല്ലിമുകൾ ജംഗ്ഷനിൽ നിന്നും വീട്ടിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിയാണ് രാധാകൃഷ്ണപിള്ള ഉപദ്രവിച്ചത്. കുട്ടിയുടെ ദേഹത്ത് ഇയാൾ പലതവണ മോശമായ രീതിയിൽ സ്പർശിച്ചു. ഇതോടെ വിദ്യാർത്ഥിനി അമ്മയെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ അമ്മയെയും പ്രതി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇതോടെയാണ് അമ്മ പ്രതിയുടെ മുഖത്തടിച്ചത്. ആവശ്യമില്ലാതെ പെമ്പിള്ളാർ ദേഹത്ത് തൊടരുത് പറഞ്ഞാട്ടില്ല.
സഖികെട്ടാണ് പ്രതിയെ അടിക്കേണ്ടി വന്നതെന്ന് അമ്മ വിശദീകരിച്ചു. അടിയേറ്റ പ്രതിയുടെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട്. ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി. ഇയാളെ ഉപദ്രവിച്ചെന്ന പരാതിയിൽ കുട്ടിയുടെ അമ്മയുടെ പേരിലും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഫയർഫോഴ്സിനെ കബളിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. തിരുവനന്തപുരം കണ്ണമൂല സ്വദേശി രതീഷിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. മാനവീയം വീതിയിലെ മരത്തിൽ ബൈക്കിന്റെ താക്കോൽ കുടുങ്ങി എന്നു പറഞ്ഞ് 20-ാം തീയതി അർദ്ധരാത്രിയാണ് ഈ ഫയർഫോഴ്സിനെ ഇയാൾ കബളിപ്പിച്ചത്. താക്കോൽ കണ്ടെത്താൻ മരത്തിൽ പിടിച്ചു കുലക്കിയ ഫയർഫോഴ്സിനെ കണ്ട് യുവാവ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണമെന്ന് അഗ്നിശമന സേന പറയുന്നു. മിഡ്നൈറ്റോട് കൂടിയാണ് നമുക്ക് ഒരു കോൾ കിട്ടുന്നത്, ഇങ്ങനെ താക്കോൽക്കൂട്ടം കളഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഓൺ ദി സ്പോട്ട് നമ്മൾ ഒരു കോൾ കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് തിരിച്ച് വിളിച്ച് അത് കൺഫേം ചെയ്യും. കൺഫേം ചെയ്തപ്പോൾ പോലും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ അവിടെ എത്തുകയുണ്ടായി. നമ്മൾ എമർജൻസി സെന്റർ എന്നുള്ള വലിയ വണ്ടി കൊണ്ടാണ് പോയത്. അവിടെ എത്തി അപ്പോഴാണ് നമ്മൾ കബളിപ്പിക്കപ്പെട്ടവരും നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം മദ്യലഹരിയിലായിരുന്നു. ആ താക്കോൽക്കൂട്ടം ആക്ച്വലി കളഞ്ഞു പോയിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഈട്ടിയുടെ മുകളിൽ കയറി അവിടെ ടോർച്ച് അടിച്ച് കാര്യങ്ങളൊക്കെ നോക്കി കുലുക്കി നോക്കി. പക്ഷെ അത്തരത്തിൽ സംഭവങ്ങൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്നത് കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം. അതിനുശേഷം നമ്മളത് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അത് ഇനിയിപ്പോൾ നിലവിൽ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ടൊരു മെസ്സേജ് എത്തണം. കാര്യം ഫയർഫോഴ്സ് ഒരു അടിയന്തര സേനയാണ്. അവരെ കബളിപ്പിക്കുന്നത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാനവീയം വീഥിയിൽ നിന്ന് ആൽത്തറ ജംഗ്ഷനിലേക്ക് തിരിയുന്ന വഴിക്ക് സമീപത്താണ്. ഇതിന് എനിക്ക് തൊട്ട് പിന്നിലായിട്ട് പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് ഉണ്ട് മാനവീയം വീഥിയിലെ. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11:45 ഒരു യുവാവ് ഫയർഫോഴ്സ് ഓഫീസിലേക്ക് വിളിച്ച് താൻ ഈ താക്കോൽ കൂട്ടം കൈവെള്ളയിലിട്ട് മുകളിലേക്ക് ഉയർത്തിയെറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ ഈ താക്കോൽ കൂട്ടം മരത്തിന് മുകളിൽ കുടുങ്ങി എന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നത്. തനിക്ക് വീട്ടിൽ പോകാൻ മറ്റ് നിർവാഹമില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഈ താക്കോൽ കൂട്ടം കണ്ടെത്താൻ സഹായിക്കണമെന്ന ദയനീയമായ സ്വരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് എത്തിയ ഫോൺ കോൾ. ഉടൻ തന്നെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും, അതായത് ഈ നൈറ്റ് വിഷൻ സംവിധാനങ്ങളുമായി ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് പാഞ്ഞെത്തുന്നു. ഇവിടെ എത്തിയതിനു ശേഷം ഈ ആൽത്തറ ജംഗ്ഷനിലേക്ക് തിരിയുന്ന വഴിയിലുള്ള ഒരു വലിയ വൃക്ഷമാണ്. ഈ വൃക്ഷത്തിന്റെ ശിഖരത്തിലാണ് ഈ താക്കോൽ കൂട്ടം ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ അത് മുകളിൽ കുടുങ്ങിയെന്ന ഈ യുവാവ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അവരുടെ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ വാഹനത്തിന് മുകളിൽ കയറി നിന്ന് വലിയ ടോർച്ചുകൾ അടിച്ച് ഈ ശിഖരങ്ങൾ പരിശോധിക്കുന്നു. അതിനുശേഷം ആ ശിഖരങ്ങൾ അവരുടെ കൈവശമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ശക്തമായി കുലുക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴൊന്നും ഈ താക്കോൽ കൂട്ടം താഴെ വീഴുന്നില്ല. പെട്ടെന്ന് ഈ യുവാവിനോട് കാണുന്നില്ലല്ലോ ഈ താക്കോൽ കൂട്ടം എന്ന് പറയുമ്പോൾ ഇയാൾ ഈ താഴെ വീണിട്ടുണ്ടാവാം എന്ന് പറയുന്നു. അങ്ങനെ ഈ പരിസരം മുഴുവൻ, ഇവിടെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വലിയ കുഴികളൊക്കെ നേരത്തെ കുഴിച്ചിട്ടുണ്ടായിരുന്ന നിർമ്മാണം പൂർത്തിയാകുന്നുള്ള ആ കുഴികളിലടക്കം വിശദമായ പരിശോധന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ അർദ്ധരാത്രി നടത്തുന്ന സാഹചര്യം. ഈ സമയത്ത് ഈ യുവാവ് ഇവിടെ മാറി നിന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അഗ്നിശമന സേന ഉറപ്പിക്കുന്നത്. തുടർന്ന് അവർ മ്യൂസിയം പോലീസിനെ വിവരം അറിയിക്കുന്നു. മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ കണ്ണമൂല സ്വദേശിയായ രതീഷാണ് ഇയാളെന്ന് ബോധ്യമാകുന്നു. മുൻപും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലടക്കം പ്രതിയാണ് രതീഷ്. ഇയാൾ ഫയർഫോഴ്സിനെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തതെന്നാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമാക്കിയത്. തുടർന്ന് മ്യൂസിയം പോലീസ് ഈ അവശ്യ സർവീസായ ഫയർഫോഴ്സിന്റെ സേവനം തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ അവരെ കബളിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി 118B വകുപ്പ് ചുമത്തി ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് ഇതിനെ വളരെ ഗൌരവത്തോടെയാണ് കാണുന്നത്. സംസ്ഥാനത്ത് ഈ മഴക്കാലമാണ്. അടിയന്തര ആവശ്യങ്ങൾക്ക് അഗ്നിശമന സേന പൂർണ്ണ സജ്ജമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വ്യാജ സന്ദേശങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ അവശ്യ സേവനങ്ങൾക്ക് എത്തപ്പെടാൻ വൈകുന്ന സാഹചര്യം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇത്തരം ഫോൺ കോളുകൾ മാറുന്ന പശ്ചാത്തലത്തിലാണ് ഇതിനെതിരെ ഗൌരവതരമായ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി അഗ്നിശമന സേന തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇനി രാജ്യാന്തര വാർത്തകളുമായി കൃഷ്ണേന്ദു നായർ.
നമസ്കാരം, ലോക വാർത്തകളിലേക്ക് സ്വാഗതം. റഷ്യ ഉത്തര കൊറിയ കരാറിന് പിന്നാലെ യുക്രൈനിന് ആയുധ കൈമാറ്റം ദക്ഷിണ കൊറിയയുടെ പരിഗണനയിൽ. ശീതയുദ്ധം അവസാനിച്ചതിനു ശേഷം മോസ്കോയും പോങ്യാങ്ങും തമ്മിലുള്ള ഏറ്റവും ശക്തമായ ബന്ധത്തെ അടയാളപ്പെടുത്താൻ കഴിയുമെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെട്ട കരാറിന്റെ വിശദാംശങ്ങൾ ഉത്തര കൊറിയയുടെ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ദക്ഷിണ കൊറിയയുടെ ഈ പ്രസ്താവന. റഫയ്ക്ക് വടക്ക് മവാസിയിലെ പലസ്തീനി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ സേന ഷെല്ലാക്രമണം നടത്തി. ആക്രമണത്തിൽ കുറഞ്ഞത് 25 പേർ കൊല്ലപ്പെടുകയും 50 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസയിലെ ഹെൽത്ത് മന്ത്രാലയവും എമർജൻസി പ്രവർത്തകരും അറിയിച്ചു. റഫയിലെ സിവിൽ ഡിഫൻസ് ഫസ്റ്റ് റെസ്പോണ്ടൻസിന്റെ വക്താവ് അഹമ്മദ് റദ്വാൻ പറയുന്നതനുസരിച്ച് തീരപ്രദേശത്ത് 2 സ്ഥലങ്ങളിൽ ഷെല്ലാക്രമണം നടന്നതായി സാക്ഷികൾ രക്ഷാപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം ഗസയിലെ റെഡ് ക്രോസ് ഓഫീസിന് സമീപം മിസൈൽ ആക്രമണത്തിൽ 22 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഒക്ടോബർ 7 മുതൽ ഗസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇതുവരെ 37,431 പലസ്തീനികർ കൊല്ലപ്പെട്ടു. 85,653 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. യുഎസിലെ വിദേശ ബിരുദധാരികൾക്ക് ഗ്രീൻ കാർഡ് വാഗ്ദാനവുമായി ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിയേറ്റത്തെക്കുറിച്ചുള്ള നിലപാട് മയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ ഈ നീക്കം. വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച പോഡ്കാസ്റ്റിലൂടെയാണ് ട്രംപ് ഈ നയം വ്യക്തമാക്കിയത്. യുഎസ് പൗരന്മാരെ വിവാഹം കഴിച്ച കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു. 1.5 ദശലക്ഷം യുഎസ് പൗരന്മാരുടെ പങ്കാളികൾക്കുള്ള വിസ നിയമങ്ങളിൽ ബൈഡൻ ഇളവ് വരുത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ വാഗ്ദാനം. ദക്ഷിണ ചൈനയിലെ ഗ്വാങ്ഡോങ് മേഖലയിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 47 കടന്നു. വ്യാഴാഴ്ച ഉച്ചയോടെ ദുരന്തത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വീടുകളും നഷ്ടപ്പെട്ടിരുന്നു. നിരവധി പ്രധാന റോഡുകൾ സംഭവത്തെ തുടർന്ന് അടച്ചു. അൻഹുയി പ്രവിശ്യയിൽ തെക്ക് ഭാഗത്ത് നിന്ന് 10,000-ലധികം ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ 2,400-ലധികം ഗ്രാമീണരെ ഫയർ ട്രക്കുകളിലും റബ്ബർ ബോട്ടുകളിലും രക്ഷാപ്രവർത്തകർ മാറ്റിപ്പാർപ്പിക്കുകയാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്ക് പല പ്രവിശ്യകളിലും വടക്കു ചില പ്രത്യേക സ്ഥലങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച അർമേനിയ. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വെള്ളിയാഴ്ചയാണ് നടത്തിയത്. ഇതിനു പിന്നാലെ പ്രകോപിതരായ ഇസ്രായേൽ ഭരണകൂടം അർമേനിയൻ അംബാസിഡർ അർമാൻ ഹക്കോബിയാനെ ശാസിച്ചു. ഗസയിലെ വിനാശകരമായ മാനുഷിക സാഹചര്യത്തിലും നിലവിലുള്ള സൈനിക നടപടികളിലും സിവിലിയന്മാർക്കെതിരായ ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുമാണ് അർമേനിയൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പ്രസിദ്ധീകരിച്ചത്. ഇതോടെ റഷ്യയും ചൈനയും ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 145 രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചു. എന്നാൽ അമേരിക്ക, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ പ്രധാന പാശ്ചാത്യ രാജ്യങ്ങൾ അംഗീകാരം പ്രഖ്യാപിച്ചിട്ടില്ല. ലോകവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. മലപ്പുറം വളാഞ്ചേരിയിൽ ബന്ധുവീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു എന്ന കേസിൽ 3 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. പീടികപ്പടി സ്വദേശികളായിട്ടുള്ള സുനിൽ, ശശി, പ്രകാശൻ എന്നിവരാണ് പിടിയിലായത്. CB അനുമോദിച്ചിരുന്നു. വിവരങ്ങളുമായി അനുമോദ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു യുവതിയുടേത്. ആ കേസ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? എൽദോ, ഈ മാസം 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്ന് ഈ ഒരു യുവതി ബന്ധുവീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ 3 പേർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഈ യുവതിയുടെ പരാതി. ഈ ഒരു പരാതി പ്രകാരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണിപ്പോൾ സുനിൽ, പ്രകാശൻ മണി എന്നിവർ പിടിയിലായിരിക്കുന്നത്. ഇതിൽ സുനിൽ യുവതിയുടെ ബന്ധുവാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇവർക്കെതിരെ ബലാത്സംഗം, ഭവനവേദനം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ യുവതിയുടെ പരാതിയിൽ തിരൂർ ഡിവൈഎസ്പി അന്വേഷണം തുടങ്ങിയത്. വളരെ വേഗത്തിൽ തന്നെ പ്രതികളെ പിടികൂടുകയും ചെയ്തു. ഇന്ന് ഡിവൈഎസ്പി നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചതായിട്ടാണ് വിവരം. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അല്പസമയത്തിനും കോടതിയിൽ ഹാജരാക്കും. തിരിച്ചറിയൽ പരേഡും മറ്റു നടപടികളും പൂർത്തിയാക്കാനുള്ളതുകൊണ്ട് പ്രതികളുടെ ചിത്രമോ മറ്റോ പോലീസ് പങ്കുവച്ചിട്ടില്ല. എന്നാണെങ്കിലും വളരെ വേഗത്തിൽ പരാതി നൽകി 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പോലീസ് പിടികൂടി എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിവരങ്ങൾ പങ്കുവച്ചത്.
അപൂർവങ്ങളിൽ അപൂർവ വിധിയുമായി തൃശൂർ വിജിലൻസ് കോടതി. ഇടമലയാർ കേസിലാണ് ഈ അപൂർവ വിധി. 50 പ്രതികളിൽ 49 പേരും കുറ്റക്കാരാണെന്ന് തൃശൂർ വിജിലൻസ് കോടതി. ഇടമലയാർ പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടിയിൽ കനാൽ പുനരുദ്ധരിച്ചതിൽ അഴിമതി നടത്തിയെന്ന കേസിലാണ് വിധി പ്രസ്താവം. ശിക്ഷ അല്പസമയത്തിനകം ഉണ്ടാവും. കണ്ണൂരിൽ വീണ്ടും ബോംബുകൾ കണ്ടെത്തി. കണ്ണൂർ കൂത്തുപറമ്പിൽ 2 സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയത്. കിണറ്റിന്റെ വിട അമ്പിലാട് റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ഈ ബോംബുകൾ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഉഗ്രശേഷിയുള്ള ബോംബുകൾ കണ്ടെത്തിയതെന്ന് ബോധ്യപ്പെട്ടു. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം. മുഖ്യമന്ത്രിയുടെ നിലപാടുകളും പെരുമാറ്റവും ജനവിരോധത്തിന് കാരണമായി. മന്ത്രിമാർ തികഞ്ഞ പരാജയമാണെന്നും ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കുന്നതിൽ പാർട്ടിയും സർക്കാരും പരാജയപ്പെട്ടുവെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. അതേസമയം എറണാകുളത്ത് സ്ഥാനാർത്ഥിത്വം പാളിയെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി പെരുമാറിയത് തന്നിഷ്ടത്തോടെയാണ് എന്നും വിമർശനമുയർന്നു. ശശി നാരായണനും ആജ്ഞ രവീന്ദ്രൻ ചേർന്നു. ശശി, ആദ്യം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ അവിടെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നല്ലോ, എന്തൊക്കെ വിമർശനമാണ് ഉയർന്നത്? എന്തോ കടുത്ത വിമർശനമാണ് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്കെതിരെയും ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. മന്ത്രി വാസവൻ, അതുപോലെ മാത്യു ടി തോമസ്, കേന്ദ്ര കമ്മിറ്റി അംഗം മാത്യു ടി തോമസ് അടക്കമുള്ള നേതാക്കൾ ഉള്ള സെക്രട്ടേറിയറ്റിലാണ് അത്തരം വിമർശനം. മുഖ്യമന്ത്രിയുടെ നിലപാടും പെരുമാറ്റവും അവമതിപ്പുണ്ടാക്കി അത് ഒരു പരാജയ കാരണമായി എന്നുള്ളതാണ് ആക്ഷേപമായി വരുന്നത്. മറ്റൊരു കാര്യം പറയുന്നത് മന്ത്രിമാരുടെയും പ്രതീക്ഷയ്ക്ക് രീതിയിൽ മന്ത്രിമാരും പ്രവർത്തിക്കുന്നില്ല. മറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സ്വാഭാവികമായും പത്തനംതിട്ടയിൽ LDF-ന് അനുകൂലമായി ലഭിക്കേണ്ട പല സ്ഥലങ്ങളിലും അത്തരം വോട്ടുകളും ലഭിക്കാതെ വന്നതൊക്കെ കാരണമായി ചൂണ്ടിക്കാണുന്ന ഘടകകക്ഷി മന്ത്രിമാരുടെ വിമർശനങ്ങളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ വോട്ട് കുറയ്ക്കാനും അത് പരാജയ കാരണമായിട്ടാണ് ജില്ലാ സെക്രട്ടറിയിൽ വരുന്നത്. കടുത്ത വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട്. സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യങ്ങളിൽ ഒക്കെ വീഴ്ചയുണ്ടായി, അതൊക്കെ ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി എന്നുള്ള കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. എന്തായാലും മന്ത്രി വാസവനും അതുപോലെ തന്നെ മാത്യു ടി തോമസ് അടക്കം പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഇത്തരം വിമർശനം, ഈ പരാജയ കാരണമായി ഉണ്ടായിട്ടുള്ള ഒരു വിമർശനം ഉയർത്തുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയാണ് രൂക്ഷമായ ഒരു വിമർശനം ഉണ്ടായത് ജില്ലാ സെക്രട്ടേറിയറ്റില്. ശരി, ഞാൻ കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥിത്വം പാളി എന്നുള്ള വിമർശനമാണ് ഉയർത്തുന്നത്. ആജ്ഞ രവീന്ദ്രൻ നൽകും വിവരങ്ങൾ. ആജ്ഞ, ഈ വലിയ തോൽവിയാണ് എറണാകുളത്ത് നേരിട്ടത് CPM-ന്. അതിൽ ഈ സ്ഥാനാർത്ഥിത്വമാണ് അതിൽ പാളാനുള്ള കാരണം, അത്ര വലിയ തോൽവിക്കുള്ള കാരണമെന്നാണോ സെക്രട്ടേറിയറ്റിൽ അംഗങ്ങളുടെ വിലയിരുത്തൽ? എൽദോ, സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിൽ അങ്ങേയറ്റം പാളിച്ചയാണ് പാർട്ടിക്ക് സംഭവിച്ചെന്നുള്ള വിലയിരുത്തലാണ് എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. KJ ഷൈൻ എന്ന സ്ഥാനാർത്ഥി ചില മുതിർന്ന നേതാക്കളുടെ താല്പര്യപ്രകാരം മാത്രമാണ് KJ ഷൈനെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചത്. ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം പാർട്ടിയുടെ മുഖഛായയ്ക്ക് തന്നെ കളങ്കം വരുത്തുന്ന തരത്തിലുള്ള ഇടപെടലാണ് മുതിർന്ന നേതാക്കൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മേലാൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ തന്നെ പാർട്ടി എറണാകുളം ജില്ലയിൽ പച്ച പിടിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, ഈ സ്ഥാനാർത്ഥി തോൽവിയെ തുടർന്ന് സ്ഥാനാർത്ഥി ഉണ്ടാക്കിയ മറ്റ് പ്രശ്നങ്ങൾ കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് പാർട്ടി മെമ്പർമാർക്ക് തലയിൽ കൊണ്ടിട്ട് നടക്കേണ്ടുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് തന്നെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ശക്തമായ വിമർശനമാണ്. നേരത്തെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ KJ ഷൈനെതിരെ വലിയ പരാതികളാണ് CPM ജില്ലാ നേതൃത്വത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥി ആയിരുന്ന സമയത്ത് തന്നെ മുതിർന്ന നേതാക്കളോട് ക്ഷോഭിച്ച് സംസാരിക്കുന്ന സാഹചര്യം അനവധി ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അണികളോട് ക്ഷോഭിച്ച് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആഡംബര സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആഡംബര മുറികൾ ഉൾപ്പെടെയുള്ളവ വിശ്രമത്തിന് ചോദിച്ചു. അതുപോലെ തന്നെ സമയത്തിന് എത്തിയിരുന്നില്ല. ഇത് അന്വേഷിക്കാൻ വിളിച്ച ഘടകകക്ഷി നേതാവിനോട് ക്ഷുഭിതയായി സംസാരിച്ചു. ഇത്തരത്തിൽ തന്നിഷ്ടത്തിന് സംഭാവനകൾ വാങ്ങുകയും പാർട്ടിയെ അറിയാതെ സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ നിരവധി പരാതികളായിരുന്നു KJ ഷൈനെതിരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ. എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി നിർണയം അതിൽ പാളിച്ച സംഭവിച്ചു എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ.
ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കുർബാന ഏകീകരണത്തിൽ സിനഡിന്റെ പുതിയ നിർദ്ദേശവും തള്ളി അൽമായ മുന്നേറ്റ സമിതി. ആഴ്ചയിൽ ഒരു ഏകീകൃത കുർബാന എന്ന നിർദ്ദേശമാണ് തള്ളിയത്. സിനഡിലെ സർക്കുലർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നും പൂർണ്ണമായും ഏകീകൃത കുർബാന കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും വൈദികരും അൽമായ മുന്നേറ്റം ഭാരവാഹികളും പ്രതികരിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തിയോഫിലോസ് സ്ഥാനമേറ്റു. തിരുവല്ല സഭാസ്ഥാനത്തെ സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ഡൽഹി ഭദ്രാസനാധിപൻ ജോൺ മോർ ഐറേനിയസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ വിവിധ സഭകളിലെ ബിഷപ്പുമാരും പുരോഹിതരും പങ്കെടുത്തു. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം അഥനാസിയോസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അനുമോദന സമ്മേളനം മാർത്തോമാ സഭ അധ്യക്ഷൻ തിയഡോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. Each time the episcopus says Oxios, the congregation will respond Oxios 3 times, during which the holy seat on which the newly enthroned metropolitan sits will be elevated and he will bless the people with the sign of the cross. Oxios, Oxios, Oxios. കാക്കനാട് ഡീലർ ഫ്ളാറ്റിൽ പകർച്ചവ്യാധി പിടിപെട്ട സാഹചര്യത്തിൽ ഫ്ളാറ്റുകൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ ക്ലോറിന്റെ അളവ് ദിവസവും 2 നേരം പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ഇന്നലെ 8 ഫ്ളാറ്റുകളിൽ നിന്ന് പരിശോധിച്ച വെള്ളത്തിൽ ക്ലോറിന്റെ അളവ് തൃപ്തികരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുതിയതായി 3 പേർക്ക് കൂടി ഇതിനിടെ രോഗലക്ഷണം സ്ഥിരീകരിച്ചു. അതേസമയം പൊതുതോട് അടച്ച് ഫ്ളാറ്റ് നിർമ്മിച്ചത് മൂലമുണ്ടായ വെള്ളക്കെട്ടിൽ നിന്നാണ് അണുബാധ ഉണ്ടായത് എന്ന പ്രദേശവാസികളുടെ പരാതി പരിഹരിക്കാൻ സ്ഥലം MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു. അല്പസമയത്തിനകം യോഗം ചേരും. തിരുവനന്തപുരം വർക്കല പാപനാശം ഹെലിപ്പാഡ് പ്രദേശങ്ങളിലെ കുന്നിടിഞ്ഞ ഭാഗങ്ങൾ കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. വർക്കലയും അഷ്ടമുടിക്കായലും അഡ്വഞ്ചർ ടൂറിസത്തിന് വളരെയേറെ സാധ്യതകളുള്ള ഇടങ്ങളാണ്. ഇന്ത്യയുടെ പുതിയ ടൂറിസം പ്ലാനിന്റെ ഭാഗമായി സ്പിരിച്വൽ ടൂറിസവും അഡ്വഞ്ചർ ടൂറിസവും അത്യാധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന രീതിയിൽ മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്, ഡെപ്യൂട്ടി കളക്ടർ, ടൂറിസം വകുപ്പ്, ജിയോളജിക്കൽ വകുപ്പ്, മണ്ണ് സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെ വിവിധ ആപ്ലിക്കേഷനുകൾ വഴി കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നു. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 17 കേസുകളാണ്. ജില്ലയിൽ മുഴുവൻ 300ഓളം കേസുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. 25 കോടി രൂപയിലേറെ തട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. തട്ടിപ്പ് വ്യാപകമായതോടെ ഇരയാക്കപ്പെടുന്നവർക്ക് ബന്ധപ്പെടാനായി ഹെൽപ്പ് ഡെസ്ക് നമ്പർ അടക്കം പോലീസ് നൽകി. കേസിൽ 4 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610, പവന് 52,880. 18 ക്യാരറ്റ് ഗ്രാമിന് 5520, പവന് 44,160. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. താറാവ് കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് മോഹൻലാലിനെ വീട്ടിലേക്ക് ക്ഷണിച്ച വയോധികയുടെയും ചേർത്തുപിടിച്ച് കുശലാന്വേഷണം നടത്തുന്ന മോഹൻലാലിന്റെയും വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രത്തിന്റെ ഇടവേളയിലാണ് രസകരമായിട്ടുള്ള ഈ നിമിഷങ്ങളുണ്ടായത്. ഈ ദൃശ്യങ്ങളോടുകൂടി പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇന്നല്ല എന്താ ഞങ്ങളെ പറഞ്ഞയക്കാൻ ഇന്റർവ്യൂയോ ഇത്ര നല്ല സ്ഥലത്താണ് എനിക്ക് എന്തൊക്കെ തരാന്ന് പറഞ്ഞു. എനിക്ക് താറാമുട്ടൊക്കെ പ്രശ്നം അയക്കാന്ന് പറഞ്ഞാ. എവിടെ വീട്? ശരി, അപ്പൊ കാണാം. സന്തോഷം. ഓക്കെ, ബൈ. പടം എടുക്കാൻ